ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്.എൽ. പ്രധാന വാർത്തകൾ. നീതി സമയബന്ധിതമായി ലഭിക്കുന്നത് ഓരോ പൗരന്റെയും അവകാശമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പ്രമുഖ നേതാക്കളെ അണിനിരത്തി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സമയബന്ധിതമായി നീതി ലഭ്യമാകുക എന്നത് ഓരോ പൗരന്റെയും അവകാശമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിച്ച ടെലി ലോ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള ദേശീയ കൺസൾട്ടേഷൻ പ്രവർത്തനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമസേവനങ്ങളെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് ടെലി ലോ സംരംഭമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. NDAയ്ക്കായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് നടന്ന പൊതുസമ്മേളനത്തിലും തൃശൂരിലെ റോഡ് ഷോയിലും പങ്കെടുത്തു. UDF-നായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനാണ് ഹോം വോട്ടിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടെയാണ് ഹോം വോട്ടിംഗ് നടത്തുന്നത്. പോളിംഗ് ഓഫീസർ, 2 അസിസ്റ്റന്റുമാർ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഹോം വോട്ടിംഗിനായി എത്തുന്നത്. ഹോം വോട്ടിംഗിന് മുന്നോടിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ജില്ലാ കളക്ടർമാരുമായി ഓൺലൈനായി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഹോം വോട്ടിംഗ് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി മീറ്റിംഗ് നടത്തിയതായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതായും ജില്ലാ കളക്ടർമാർ അറിയിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്ഥാനാർത്ഥികളുടെ സമൂഹമാധ്യമം വഴിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ്. സർട്ടിഫിക്കേഷൻ ഇല്ലാതെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിക്കും മുമ്പ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി നിർബന്ധമാണ്. ഇതിനൊപ്പമാണ് സാമൂഹിക മാധ്യമ പ്രചാരണത്തിനും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിനാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഗ്രൂപ്പുകളിലെ മെസ്സേജുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ ക്ലിപ്പുകൾ എന്നിവ അഡ്മിന്മാർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണം. AI ആൻഡ് ഡീപ് ഫേക്ക് ഉള്ളടക്കം പ്രചരിപ്പിക്കരുത്. AI ജനറേറ്റർ എന്നാൽ ലേബൽ ഇല്ലാത്ത സംശയാസ്പദമായ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ പങ്കുവച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്വീപ് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ആദിമ ഗോത്ര സമൂഹമായ മലപണ്ടാരം വിഭാഗക്കാരുമായി സംവദിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ. സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം കളക്ടർ വിശദീകരിച്ചു. വോട്ടിംഗ് സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുകയും ബോധവൽക്കരണ സന്ദേശം നൽകുകയും ചെയ്തു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും മുതിർന്ന പൌരന്മാർക്കും എറണാകുളം ജില്ലയിൽ വനിതാ ശിശു സൗഹൃദ ബൂത്തുകൾ സജ്ജമാകുന്നു. വോട്ടിംഗ് സമയത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബൂത്തുകളിൽ മിനി ക്രഷ് സൗകര്യം ലഭ്യമാക്കും. മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും സ്ത്രീകൾക്കും വിശ്രമിക്കാനുള്ള ഇടങ്ങളും ഒരുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർമാരെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം സ്വീപ് മാരത്തോൺ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ വിനയ് ഗോയൽ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കിഴക്കേത്തലയിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ മേൽമുറിയിൽ സമാപിച്ചു. മൈ ഭാരത് സംഘടന, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്വീപ് തിരുവനന്തപുരം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വോട്ടേഴ്സ് ബോധവൽക്കരണ സൈക്കിൾ റാലി നടത്തി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്നും വെള്ളയമ്പലം, കവടിയാർ, പേരൂർക്കട ജംഗ്ഷൻ, പൂമല്ലിയൂർ കോണം വഴി കളക്ടറേറ്റ് വരെയാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ സൗജന്യ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്ന ഭാഗ്യ നറുക്കെടുപ്പ് വ്യാജമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം. ഇത്തരം ഓൺലൈൻ അറിയിപ്പുകൾക്ക് ഇന്ത്യ പോസ്റ്റുമായി ബന്ധമില്ലെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും PIB മുന്നറിയിപ്പ് നൽകി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റും മഴയിലും വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം മണിക്കൂറുകൾ തടസ്സപ്പെട്ടു. അഗ്നിശമന രക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മരങ്ങൾ വീണതിനാൽ പല പ്രദേശങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം നശിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങൾ ജലസംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കേണ്ട സമയമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 132ാം പതിപ്പിൽ ഓർമ്മിപ്പിച്ചു. ഫിഷറീസ് മേഖലയിൽ നടക്കുന്ന നൂതന സംരംഭങ്ങളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്നുള്ള ഹാവ ഗുൽസാറിന്റെ വിജയകഥയും മൻ കി ബാത്തിൽ പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീമതി ഹാവ ഗുൽസാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രചോദനം നൽകിയിരിക്കുകയാണ്. മൻ കി ബാത്തിൽ ചെറിയ പ്രദേശമായ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലെ ഞങ്ങളുടെ സംരംഭത്തെ പ്രതിപാദിച്ചത് തീർച്ചയായും വലിയ കാര്യമാണ്. ഇതിലൂടെ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ഒപ്പം ദ്വീപിലെ എല്ലാ സംരംഭക്കാർക്കും ഞങ്ങളുടെ മേഖലയിൽ കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് ഉയർന്ന വിജയം കൈവരിക്കുവാൻ പ്രചോദനം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല നാളെ രാവിലെ 10:15 തന്ത്രി പണ്ടാരയടുപ്പിൽ ദീപം പകരുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് പോലീസിനെയും അഗ്നിരക്ഷാസേനയും വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിലേക്ക് KSRTC ബസ്സുകൾ പ്രത്യേക സർവീസ് നടത്തും. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,575 രൂപയും പവന് 1,80,600 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്നും ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. 55 ലക്ഷം സിലിണ്ടറുകളാണ് പ്രതിദിനം വിതരണം ചെയ്തു വരുന്നത്. 94,000 മെട്രിക് ടൺ LPGയുമായി 2 കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നു. മധ്യ ടെഹ്റാനിലെ പ്രധാന സൈനിക താവളങ്ങളിൽ രാത്രിയിലും ഇസ്രായേൽ സേന ആക്രമണം തുടർന്നു. ടെഹ്റാനിലെ ഇറാനിയൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ ഗൾഫ് മേഖലയിൽ ഉടനീളം അതീവ ജാഗ്രതയിലാണ്. യമനിലെ ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പായ ഹൂത്തികളും ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈ വാങ്ഖാഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് നാളെ മംഗോളിയയിലെ ഉലാൻ ബത്തറിൽ തുടക്കം. കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പ് ഫൈനൽ എന്നിവയ്ക്ക് മുന്നോടിയായുള്ള ആദ്യ പ്രധാന ഇവന്റാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ്. വനിതാ വിഭാഗത്തെ ലോവ്ലിന ബോർഗോഹെയ്ൻ, നിഖത് സരീൻ, മീനാക്ഷി ഹൂഡ, ജെയ്സ്മിൻ ലംബോറിയ എന്നിവർ നയിക്കും. പുരുഷ വിഭാഗത്തെ ജാദുമണി സിംഗ്, സച്ചിൻ സിവാച്ച്, നരേന്ദർ ബർവാൾ എന്നിവരാണ് നയിക്കുക. 14ാമത് ലോക വ്യാപാര സംഘടനാ മന്ത്രിതല സമ്മേളനത്തിന്റെ ഭാഗമായി കാമറൂണിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാമറൂണിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി സമയബന്ധിതമായി ലഭിക്കുന്നത് ഓരോ പൌരന്റെയും അവകാശമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പ്രമുഖ നേതാക്കളെ അണിനിരത്തി മുന്നണികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.